പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നു. അവർക്കൊരു ചെറിയൊരു സംഭാവന അവരാവശ്യപ്പെട്ടിട്ടാണ് വന്നത്. കാരണം അവരുടെ മകൻ 35 വയസ്സുള്ള മകൻ വീട്ടിൽ ലിവർ ഡിസീസായി, അതായത് ഫാറ്റ് ലിവർ വന്ന് 4th സ്റ്റേജായിട്ട് ഇരിക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. എന്തെങ്കിലും മരുന്ന് മേടിക്കാനുള്ള പണം കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ അവരുടെ വീടും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ പറഞ്ഞു ഇന്ന സ്ഥലത്താണ് വീട്, പിന്നെ അമ്മ ക്യാൻസറായിട്ട് മരിച്ചു, മകനിപ്പോൾ ഈ അവസ്ഥയായിട്ട് കിടക്കുന്നു, മകൻ ഈ അവസ്ഥയിലായിരുന്നപ്പോൾ ഭാര്യയും കുഞ്ഞുങ്ങളും അവനിട്ടേച്ച് പോയി, മോളാണെങ്കിൽ സ്ത്രീധനം കൊടുത്തില്ല എന്നും പറഞ്ഞ് മരുമകൻ മോളെ ഉപേക്ഷിച്ച രീതിയിൽ നിൽക്കുന്നു. അങ്ങനെ കുടുംബങ്ങൾ മുഴുവനും ഇങ്ങനെ തകർച്ചയുടെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രായം പിടിച്ച അമ്മച്ചി ഇപ്പോൾ വഴിയിൽ എല്ലാവരുടെ അടുത്ത് കൈനീട്ടി കിട്ടുന്ന ആ ഒരു പൈസ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ച് മോനെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നു. പ്രായമേറിയ അമ്മച്ചിയാണ്. അപ്പോൾ ഞാൻ അവർക്കൊരു നന്മ കൊടുത്തു എങ്കിൽ പോലും, പക്ഷെ ഇതെല്ലാം കണ്ടും കേട്ടും നമ്മൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ളവരെ നമ്മുടെ മുൻപിൽ ദൈവം കൊണ്ടുവന്ന് തരുമ്പോൾ അവർക്ക് 50 രൂപ 100 രൂപ കൊടുക്കുന്നതിനേക്കാൾ ഉപരി ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തെ അവർക്ക് യഥാർത്ഥമായി വെളിപ്പെടുത്തി കൊടുക്കുവാൻ. അവരും ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്, ദൈവത്തെ വിളിക്കുന്നവരാണ്. നമ്മൾ ആരാധിക്കുന്നത് പോലെയോ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നത് പോലെയോ ചിലപ്പോൾ ഒരു പക്ഷേ ചെയ്യുന്നവരായിരിക്കില്ല. ഏതെങ്കിലും മതത്തിലായിരിക്കും, മറ്റു മതങ്ങളിലായിരിക്കാം. എങ്കിലും അവരുള്ളിലുള്ള ദൈവവിശ്വാസത്തെ യഥാർത്ഥ ട്രാക്കിലേക്ക് എത്തിക്കുവാൻ, സത്യദൈവത്തിലേക്ക് എത്തിക്കുവാൻ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് എത്തിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അപ്പോൾ ലഭിക്കുന്ന സമയം ആർക്കെങ്കിലും 50 100 രൂപ കൊടുക്കുന്നതിനേക്കാൾ ഉപരി, അത് കൊടുക്കണ്ട എന്നല്ല, അത് കൊടുക്കണം. നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ അത് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ നമ്മൾ മറന്നു പോകരുത്. കാരണം അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്നിരിക്കുന്ന ഒരു കർത്താവാണ്. ഈ സത്യം അവരെ അറിയിക്കണം. ഒരുപക്ഷെ അവർ ഈ ദൈവത്തിലേക്ക് വരുവാൻ, ഈ സത്യത്തിലേക്ക് വരുവാൻ ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു വഴിയാണെങ്കിൽ അത് കൃപ പ്രാപിച്ച നമ്മൾ മറന്നു പോകരുത്. ആരോടാണെങ്കിലും, അവർ ഏതു മതവിശ്വാസത്തിൽ നിൽക്കുന്നവരാണെങ്കിലും അവരെ ഒന്ന് ആശ്വസിപ്പിച്ചു വിടുവാൻ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് വിശ്വസിച്ച് വേണം ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. കർത്താവ് പറഞ്ഞിരിക്കുന്നു, സമയം തക്കത്തിൽ ഉപയോഗിക്കുക. കർത്താവ് നമ്മുടെ മുൻപിലേക്ക് അയക്കുന്നവർ ഓരോരുത്തരും പലവിധമായ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും രോഗങ്ങളും ക്ഷീണങ്ങളും എല്ലാത്തിലും കൂടി കടന്നു പോകുന്നവരാണ്. അവരെയാണ് ദൈവം നമ്മളെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. അവരോടാണ് യഥാർത്ഥവണ്ണം സുവിശേഷം അറിയിക്കേണ്ടത്. അവരെയാണ് ദൈവം കണ്ടുവച്ചിരിക്കുന്നത്. അവരെ സത്യദൈവത്തെക്കുറിച്ച് അവരോട് അറിയിച്ച് അവരുള്ളിലേക്കൊരു സമാധാനം പകർന്നു കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി തീരും. നമ്മൾ അനുഭവിച്ച സത്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുന്ന സത്യങ്ങളും മറച്ചു വെച്ച് ഒരു രഹസ്യവിശ്വാസിയായിട്ട് ഒരിക്കലും നമ്മൾ ജീവിക്കരുത്. നമ്മൾ അറിഞ്ഞ സത്യങ്ങളെ, നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന സമാധാനത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ വലിയൊരു സന്തോഷമുണ്ട്. അതായത് അവർ ഈ ദൈവത്തെ അറിഞ്ഞുവല്ലോ എന്നുള്ളൊരു സന്തോഷം. അതാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം. അതുകൊണ്ട് ആരും രഹസ്യമായിട്ട് ഇരിക്കരുത്. എല്ലാവരും സുവിശേഷം അറിയിക്കുവാൻ ജാഗരൂകരായിരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.